ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ഷവിൻ ഷംസുദ്ദീൻ. പിന്നെ എൻ്റെ പിള്ളേരുണ്ട്. വെൽക്കം ടു മല്ലു ഡ്രോൺ ട്രാവലർ. നമ്മളിതേ ഇപ്പോൾ പോകുന്നത് ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഉളുപ്പുണ്ണി എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ട് കാണും, വാഗമണ്ണിനടുത്തുള്ളൊരു സ്ഥലമാണ്. വാഗമണ്ണ് തന്നെയാണ്. വാഗമണ്ണ് നിങ്ങൾ കേട്ടിട്ട് കാണുമല്ലോ, മൊട്ടക്കുന്നുകളാൽ സമൃദ്ധമായ വാഗമണ്ണ്. പക്ഷേ ഉളുപ്പുണ്ണി കുറച്ച് വ്യത്യാസമാണ്. നമ്മൾ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ഓഫ് റോഡുണ്ട്. വാഗമണ്ണിൽ നിന്ന് 13 കിലോമീറ്ററാണ് ഈ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലം എത്താനായിട്ട്. അതിലൊരു 5 കിലോമീറ്റർ നല്ല വഴിയാണ്, പിന്നെ ഒരു 8 കിലോമീറ്റർ ഇത്തിരി മോശം വഴിയാണ്. പൊതുവെ ജീപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ആ വഴി കൂടുതൽ പോകുന്നത്. ജീപ്പുകൾ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ജീപ്പിൽ കയറി ഇവിടെ പോകാം. പക്ഷെ നമ്മളങ്ങനെ ഒരു ട്രെക്കിങ് സംഭവങ്ങളൊന്നും അല്ല പ്ലാൻ ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഒരു സൺസെറ്റ് കാണുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മൾ ഉളുപ്പുണ്ണിയുടെ ഒരു ലാൻഡിങ് പ്ലേസിലെത്തി. അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ്. നടക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമാണ്, കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നതിൻ്റെ ടോപ്പിലെത്തി. സൺസെറ്റ് ആയിട്ടില്ല, ഏകദേശം ഒരു 5:15 ആ സമയമായിട്ടുണ്ട് വൈകിട്ട്. മുകളിലെത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ജീപ്പുകൾ ഒത്തിരി ഉണ്ട്, പിന്നെ ബൈക്കുകാരും കുറേ കയറി വന്നിട്ടുണ്ട്. പകൽ സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീപ്പിന് വേണമെങ്കിൽ ഇവിടുന്ന് വരാം. വാഗമണ്ണിൽ ജീപ്പുണ്ട്. ആ ജീപ്പിൽ നിങ്ങൾക്ക് ഒരു ട്രക്കിംഗ് പാക്കേജായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉളുപ്പുണ്ണിയൊക്കെ എത്തി അവർ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കറക്കിയിട്ട് തിരിച്ചു കൊണ്ടാക്കും. ഓപ്പൺ ജീപ്പാണ്, കുറേ ജീപ്പുകളുണ്ടായിരുന്നു അവിടെ. ജീപ്പുകൾ മാത്രമല്ല, കുറേ ബൈക്കേഴ്സും റൈഡേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റണ്ട് കാണിക്കേണ്ടവർക്ക് കാണിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇരുട്ടൊക്കെ വീണു തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ വഴി കൂടെ പയ്യെ ഇങ്ങനെ നടന്നു തുടങ്ങി. ബൈക്കിൽ വന്നവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്, പക്ഷെ ജീപ്പുകാർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നമ്മളിന്ന് സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത്. ചെറിയൊരു വീഡിയോ. അങ്ങനെ ഇരുട്ടി തുടങ്ങി, ജീപ്പുകാരൊക്കെ തിരിച്ചു പോയി തുടങ്ങി, ലൈറ്റും മങ്ങി തുടങ്ങി. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങളെന്നാൽ വിട്ടേക്കുവാണ്. ബൈ.